സീന കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ചോക്ലേറ്റ് കപ്പ് കേക്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. തീരെ വെള്ളമൊന്നും ഉണ്ടാവരുത് ആ ബൗളിൽ. ഇനി ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് പൊടികളൊക്കെ അരിച്ചെടുക്കണം. അതിന് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്, ഒരു 1/4 ടീസ്പൂണ് അതിട്ട് കൊടുക്കുക. അതൊരു നല്ലൊരു മണത്തിനും കളറിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി ഇത് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക, 1/4 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. ഒരേ ലെവലിക്ക് ഇങ്ങനെ അടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി ഇതാ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. നമ്മൾ ഈ കപ്പ് കൊണ്ട് തന്നെയാണ് 1/2 കപ്പ് മൈദ എടുത്തത്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇങ്ങനെ അടിക്കുക. കട്ട കെട്ടാണ്ട് ഇങ്ങനെ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കണം. ഇത് ചൂടാക്കാത്ത പാലാണ്, ഇത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വെളിച്ചെണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കരുത്, ഓയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി അരിച്ച് വെച്ച പൊടികൾ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി കുറേശ്ശെ ഇട്ടിട്ട് കട്ട കെട്ടാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. വീണ്ടും കുറച്ചും കൂടി ഇട്ടിട്ട് അങ്ങനെ തന്നെ ഇത് മുഴുവനായിട്ടും ഇങ്ങനെ ഇളക്കിയെടുക്കണം. കുറേശ്ശെ ഇട്ടാൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം, കണ്ടില്ലേ. ഇനി ഇത് ഒഴിക്കാനായിട്ട് ഇങ്ങനത്തെ കപ്പുകളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്, കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ കപ്പനെ വേണമെന്നൊന്നുമില്ല, വേറെ ഏതെങ്കിലും ചെറിയൊരു ബൗളായാലും മതി. സ്റ്റീലിൻ്റെ പാത്രങ്ങളോ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ പാത്രങ്ങളായാലും മതി. ഇതിൽ ഞാൻ ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഒരു 9 ഗ്ലാസ്സിലേക്കായിട്ട് ആ ബാറ്റർ നമുക്ക് ഇതിലേക്ക് 9 ഗ്ലാസ്സിലേക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആയാലും മതി. ഞാനിതായി കേക്ക് ഉണ്ടാക്കണ ഒരു അലുമിനിയത്തിൻ്റെ ഒരു പാത്രമുണ്ട്. ഇനി അതിലേക്ക് ഇതൊക്കെ ഇറക്കി വയ്ക്കാം. അപ്പോൾ 9 ഗ്ലാസ്സും ഇതിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതൊന്ന് ഇറക്കി വയ്ക്കാം. ഇതാ ഒരു പാത്രം 5 മിനിറ്റ് ഞാൻ ചൂടാക്കിയിട്ടുള്ളതാണ്. ഇതേപോലത്തെ പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, എന്ത് അലുമിനിയം പാത്രം ആയാൽ മതി, കുറച്ച് കട്ടിയുള്ളതാവണമെന്നുള്ളൂ. ഇനി ഈ ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുമ്പോൾ പഴയ പാത്രങ്ങളായിട്ട് എടുത്താൽ മതി. ഞാനിത് ഉപയോഗിക്കാത്ത ഒരു പാത്രമായ കാരണമാണ് കേക്കിനൊക്കെ ഞാൻ എപ്പോഴും ഈ പാത്രം തന്നെ എടുക്കണത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ എല്ലാതും നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 1/4 ഭാഗം ഒഴിച്ച കാരണമാണ് ഇത്ര നന്നായിട്ട് പൊന്തിയത്. ഒരു 1/2 ഭാഗം ഒഴിച്ചാൽ ഇത്രയ്ക്ക് നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരില്ല. ഇനി ഇതൊന്ന് കുത്തി നോക്കാം വെന്തോന്ന് അറിയാൻ. കണ്ടോ, നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് ചൂടാറാൻ വെക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതാ ഈ കപ്പ് ഓരോന്നായിട്ട് കണ്ടില്ലേ, ഇതിങ്ങനെ പിടിക്കുമ്പോഴേക്കും തന്നെ അടന്ന് പോരുന്നുണ്ട്. നല്ല സോഫ്റ്റാണ് കേക്ക്. ഇനി അത് എല്ലാതും ഇതിലേക്ക് ആക്കി വയ്ക്കാം, ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. പെട്ടെന്ന് തന്നെ പോരുന്നുണ്ട്. ഈ പാത്രത്തിൽ തന്നെ ഇനി നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ എല്ലാതും ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്, നല്ല സോഫ്റ്റും ഉണ്ട്. ഇതിനി ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് ചെയ്തെടുക്കാമെന്ന് മാത്രം. ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് കുറച്ച് ബാക്കി ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് കാരണം അതുകൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചെയ്തില്ലെങ്കിലും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഇനി ഇതെല്ലാതും ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കുമ്മലൊക്കെ വിപ്പിംഗ് ക്രീം പരട്ടിയുണ്ട്. അതില്ലാച്ചിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട. വിപ്പിംഗ് ക്രീം വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചതെന്ന് മാത്രം.
പിന്നെ കേക്ക് ഉണ്ടാക്കി ബാക്കിയായപ്പോൾ അത് ഇരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ചെയ്തതാണ്. ഇതുപോലെ ബാക്കി വന്ന വിപ്പിംഗ് ക്രീം കൊണ്ട് ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ചെറി ഉണ്ട്, ആ ചെറി ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി വെക്കണമെന്ന് മാത്രം. ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കടയിൽ നിന്നൊന്നും മേടിക്കാൻ പോകണ്ട, അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇനി കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് സമയം വേണ്ടുള്ളൂ, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്